നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് ചെക്കിംഗ് ആണ്. Main aim of a compiler is to translate the source program to a form can be executed on a target machine. ഇപ്പോൾ മെയിനായിട്ടും കമ്പൈലറിൻ്റെ ഉദ്ദേശം ടു ട്രാൻസ്ലേറ്റ് സോഴ്സ് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമാക്കി മാറ്റുക, അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാമാക്കി മാറ്റുക. ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺ ടാർഗറ്റ് മെഷീൻ, ഒരു മെഷീനിൽ ടാർഗറ്റ് മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്യണ ഫോമിലേക്കാക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് ദ കമ്പൈലർ നീഡ്സ് ടു ഫസ്റ്റ് വൺ ഈസ് check the source program follows the syntax and semantics of the concerned language. ഫസ്റ്റ് വൺ ആയിട്ട് സോഴ്സ് പ്രോഗ്രാം ചെക്ക് ചെയ്യുക സിൻറ്റാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ദി പർട്ടിക്കുലർ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ സി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ സി ലാംഗ്വേജിൻ്റെ സിൻറ്റാക്സ് എന്താണ്, അതിൻ്റെ സെമാൻറ്റിക്സ് എന്താണ്, റൂൾസ് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു കോഡാണോ നമ്മൾ എഴുതിയേക്കുന്നതെന്ന് നോക്കുക. സെക്കൻഡ് വൺ ഈസ് ചെക്ക് ദി ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഫ്ലോ എങ്ങനെയാണ് ഒരു ഡേറ്റ പാസ് ചെയ്യുന്നത് അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന കമ്പൈലറിൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് ടൈപ്പ് എന്ന് പറയാൻ പോവാണ്. ടൈപ്പ് ഈസ് എ റൂൾ ദാറ്റ് വേരീസ് ഫ്രം ലാംഗ്വേജ് ടു ലാംഗ്വേജ്. ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൂളാണ് ദാറ്റ് വേരീസ് ഫ്രം ലാംഗ്വേജ് ടു ലാംഗ്വേജ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിൻറ്റാക്സ് ആയിരിക്കില്ല നമ്മൾ ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് പ്രോസസ് ഈസ് ടൈപ്പ് ചെക്കിംഗ്. ടൈപ്പ് ചെക്കിംഗ് മീൻസ് എൻഷുർ ദ സോഴ്സ് പ്രോഗ്രാം ഫോളോസ് ദ സിൻറ്റാക്റ്റിക് ആൻഡ് സെമാൻറ്റിക് റൂൾ ഓഫ് ദാറ്റ് ലാംഗ്വേജ്. സി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിൻറ്റാക്സും സെമാൻറ്റിക്സ് റൂൾസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ടൈപ്പ് ചെക്കിംഗ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ടൈപ്പ് ചെക്കിംഗ് മെക്കാനിസം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ്. നെക്സ്റ്റ് എന്താണ് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ്? സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് ദാറ്റ് ഈസ് പെർഫോംഡ് അറ്റ് കമ്പൈൽ ടൈം, ബട്ട് ഇൻ കേസ് ഓഫ് ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ടൈപ്പ് ചെക്കിംഗ് ഈസ് പെർഫോംഡ് അറ്റ് റൺ ടൈം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അറ്റ് കമ്പൈൽ ടൈം, കമ്പൈൽ ടൈമിൽ, അതായത് ലെക്സിക്കൽ അനലൈസറിൻ്റെ കേസിൽ ഫസ്റ്റ് ഫേസ് ലെക്സിക്കൽ അനലൈസർ അല്ല, കമ്പൈലറിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ ഈസ് ലെക്സിക്കൽ അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് സിൻറ്റാക്സ് അനാലിസിസ് ആൻഡ് തേർഡ് വൺ ഈസ് സെമാൻറ്റിക് അനാലിസിസ്. ആഫ്റ്റർ ദി കമ്പൈലേഷൻ പ്രോസസ്സ് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എറേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പിന് പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോഗ്രാം എറേഴ്സ്. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സ്റ്റാറ്റിക് ആഫ്റ്റർ ദ കമ്പൈലേഷൻ നമുക്ക് കിട്ടുന്നത്. സം ഓഫ് ദി സ്റ്റാറ്റിക് ചെക്ക് മെക്കാനിസം ഇൻക്ലൂഡ് first one is type check, second is flow of control check, third one is uniqueness check, and fourth is name related check. First one is type check. Type check means if an operator is applied to an incompatible operand, compiler should report an error. അതായത് if an array variable and function variable are added together, ഒരു അറേ വേരിയബിളും ഫംഗ്ഷൻ വേരിയബിളും നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ദേ ആർ ഇൻകോമ്പാറ്റബിൾ. അത് രണ്ടും അറേ വേരിയബിളും ഫംഗ്ഷൻ വേരിയബിളും ഇൻകോമ്പാറ്റബിൾ ആണ്, കോമ്പാറ്റബിൾ അല്ല. അതുകൊണ്ട് കമ്പൈലർ ഷുഡ് ആൻഡ് എറർ റിപ്പോർട്ട്. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ ടൈപ്പ് ചെക്ക്. സെക്കൻഡ് വൺ ഈസ് ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക്. ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് മീൻസ് ചെക്ക് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കോസസ് ഫ്ലോ ഓഫ് കൺട്രോൾ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ചിനകത്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സിറ്റ് ഫ്രം ദി ലൂപ്പ്. സ്വിച്ചിങ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നു, സ്വിച്ചിങ്ങിൻ്റെ കേസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നാൽ അതാണ് ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്കിന് എക്സാമ്പിൾ. ആ ഫ്ലോ ഓഫ് കൺട്രോൾ ഡേറ്റ പാസ് ചെയ്യുന്നതിനകത്ത് പ്രശ്നം വന്നു. തേർഡ് വൺ ഈസ് യുണീക്നെസ് ചെക്ക്. Uniqueness check means object must be defined exactly once. അതായത് യുണീക്ക് ആയിരിക്കണം, ഒബ്ജക്റ്റ് ഒരു തവണയാണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് വൺ ഈസ് നെയിം ആൻഡ് റിലേറ്റഡ് ചെക്ക്. നെയിം റിലേറ്റഡ് ചെക്ക് ദാറ്റ് മീൻസ് സെയിം നെയിം മസ്റ്റ് അപ്പിയർ 2 or more times. ഒരു പേര് തന്നെ മോർ ദാൻ 1 ടൈംസിൽ വരാം. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ കോൾ ആൻഡ് ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളിൻ്റെ കേസിൽ ഇപ്പോൾ സം എന്നുള്ളൊരു ഫംഗ്ഷനാണ് കോൾ ചെയ്യണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്തായിരിക്കും? സം തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്ങിനകത്ത് വരുന്നത്.
ഇപ്പോൾ ടൈപ്പ് ചെക്ക് എന്താണെന്ന് പറഞ്ഞു, സിൻടാക്റ്റിക് ആൻഡ് സെമാൻറ്റിക് റൂൾ ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടൈപ്പ് ചെക്കിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്ങും ഉണ്ട്, ഡൈനാമിക് ടൈപ്പ് ചെക്കിങ്ങും ഉണ്ട്. നമ്മളിവിടെ പറയുന്നത് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് 4 പ്രോസസ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ചെക്ക്, സെക്കൻഡ് വൺ ഈസ് ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക്, ആൻഡ് തേർഡ് വൺ ഈസ് യുണീക്നെസ് ചെക്ക്, ആൻഡ് ഫോർത്ത് വൺ ഈസ് നെയിം റിലേറ്റഡ് ചെക്ക്. ഓക്കെ, ഇനി ടൈപ്പ് ചെക്കറിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. എവിടെയാണ് ഈ ടൈപ്പ് ചെക്കർ ഇരിക്കുന്നത്, അതായത് നമ്മൾ എന്തൊക്കെ പ്രോസസ്സാണ് ഒരു കമ്പൈലറിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടോക്കൺ സ്ട്രീം. ടോക്കൺ സ്ട്രീം മീൻസ് ആഫ്റ്റർ ദി ഔട്ട്പുട്ട് ഓഫ് ദി ലെക്സിക്കൽ അനാലിസിസ് ആണ് ടോക്കൺ. ദെൻ ഇറ്റ് ഈസ് പാസ്ഡ് ടു ദി പാഴ്സർ, പാഴ്സറിലേക്ക് ചെല്ലുന്നു. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഓഫ് ദി പാഴ്സർ ഈസ് സിൻടാക്സ് ട്രീ. നെക്സ്റ്റ് ദ സിൻടാക്സ് ട്രീ ഈസ് ഗിവൺ ടു ദി ടൈപ്പ് ചെക്കർ. അപ്പോൾ അവിടെയാണ് ടൈപ്പ് ചെക്കർ എന്നുള്ളൊരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ടൈപ്പ് ചെക്കിംഗ് ദ സെയിം സിൻടാക്സ് ട്രീ ഈസ് ജനറേറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീമൊക്കെ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഒരു സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ ഒരു അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ എങ്ങനെയാണ്, സിൻടാക്സ് ട്രീ മീൻസ് പാഴ്സ് ട്രീ തന്നെ, അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളാണ് ടൈപ്പ് ചെക്കർ. ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു ഇൻറ്റ് എ സെമിക്കോളൻ ഇടണം, അതിന് പകരം ഞാൻ യൂസ് ചെയ്തേക്കുന്ന INA സെമിക്കോളൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ടൈപ്പ് ചെക്കറാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, ഇന്നെന്നുള്ളൊരു ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കും, ഇല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ടൈപ്പ് ചെക്കറാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി സെമാൻറ്റിക് റൂളാണ് ഈ ടൈപ്പ് ചെക്കർ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ദാറ്റ് കോഡ് ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് ടൈപ്പ് ചെക്കറിൻ്റെ പൊസിഷൻ ഇൻ കേസ് ഓഫ് ഫേസസ് ഓഫ് കമ്പൈലർ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചെക്കർ എന്താണ് ചെയ്യുന്നത്? ടൈപ്പ് ചെക്കർ വെരിഫൈസ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് ദി കൺസ്ട്രക്ട് മാച്ചസ് ദാറ്റ് എക്സ്പെക്റ്റഡ്. എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് ഓക്കെ ആണോ എന്ന് നോക്കും. ടൈപ്പ് ചെക്കർ വെരിഫൈസ് ദ ടൈപ്പ് ഓഫ് ദി കൺസ്ട്രക്ട്. കൺസ്ട്രക്ട് മീൻസ് ഇപ്പോൾ നമ്മൾ ഇൻറ്റ് കൊടുത്താൽ ആ ഇൻറ്റ്, ഇപ്പോൾ ഞാൻ ഇഫ് എന്ന് കൊടുത്തു, ഇഫ് അതൊരു കൺസ്ട്രക്റ്റ് ആണ്, ദാറ്റ് മാച്ചസ് വിത്ത് എക്സ്പെക്റ്റഡ്. എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, ഇപ്പോൾ ഞാൻ ഇന്നെന്ന് കൊടുത്തു, ഇന്നെന്നുള്ളൊരു ടൈപ്പ് ഇല്ല, ഡേറ്റ ടൈപ്പ് ഇല്ല, അപ്പോൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്തതല്ല, എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഇൻറ്റെന്നായിരുന്നു. ദെൻ for example, arithmetic operator mode in Pascal requires integer operands. So the type checker verifies that operands of mode have type integer. അതായത് പാസ്കലിനകത്ത് മോഡ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ട്, അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ഇൻറ്റിജർ ഓപ്പറാൻഡിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ടൈപ്പ് ചെക്കർ വെരിഫൈസ് നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്പറാൻഡ്സ് എന്താണോ നോക്കും, ഇൻറ്റിജർ ആണോ എന്ന് നോക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്പ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ ടൈപ്പ് ചെക്കിങ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ നമ്മൾ പറഞ്ഞു. ഇനി അവിടെ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ടൈപ്പ് എക്സ്പ്രഷൻ. എന്താണ് ടൈപ്പ് എക്സ്പ്രഷൻ? ഓക്കെ, ഇപ്പോൾ ഒരു സിസ്റ്റം ഒരു ടൈപ്പ് ചെക്കിങ് അല്ലെങ്കിൽ ടൈപ്പ് ചെക്കിങ് പ്രോസസ്സ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടൈപ്പ് എക്സ്പ്രഷൻ എന്താണ്? ടൈപ്പ് എക്സ്പ്രഷൻ മീൻസ് ടൈപ്പ് ഓഫ് എ ലാംഗ്വേജ് കൺസ്ട്രക്ട് വിൽ ബി ഡിനോട്ടഡ് ബൈ എ ടൈപ്പ് എക്സ്പ്രഷൻ. ഒരു ലാംഗ്വേജ് കൺസ്ട്രക്റ്റിൻ്റെ, അതായത് ഇപ്പോൾ ഞാൻ ഒരു എ എന്നുള്ളൊരു ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു സ്മോൾ ലെറ്റർ എ. ദെൻ അതിൻ്റെ ടൈപ്പ് ഞാൻ ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എ ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ എ ടൈപ്പ് എക്സ്പ്രഷൻ. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഒരു ടൈപ്പ് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻറ്റ് എന്നുള്ള എന്താണ്? ഒരു ടൈപ്പ് എക്സ്പ്രഷനാണ്. അപ്പോൾ എനിക്ക് എ എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റിജർ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഏതാണ്? ടൈപ്പ് എക്സ്പ്രഷൻ ഏതാണ്? ഇൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള ടൈപ്പ് എക്സ്പ്രഷൻ മെയിനായിട്ടും ഉണ്ട്. ടൈപ്പ് എക്സ്പ്രഷൻ ക്യാൻ ബി, ഫസ്റ്റ് വൺ ഈസ് ബേസിക് ടൈപ്പ്. ബേസിക് ടൈപ്പിനകത്ത് ഇൻറ്റ് വരാം, ക്യാരക്ടർ വരാം, ബൂളിയൻ വരാം. സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് കൺസ്ട്രക്ടർ ആണ്. ഫസ്റ്റ് ബേസിക് ടൈപ്പ്, സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് കൺസ്ട്രക്ടർ. ടൈപ്പ് എക്സ്പ്രഷൻ, ടൈപ്പ് കൺസ്ട്രക്ടർ അവിടെ പറയുന്നത് ടൈപ്പ് എക്സ്പ്രഷൻ ഫോംഡ് ബൈ അപ്ലൈയിങ് ആൻ ഓപ്പറേറ്റർ കോൾഡ് ടൈപ്പ് കൺസ്ട്രക്ടർ ടു അതർ ടൈപ്പ് എക്സ്പ്രഷൻ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ടൈപ്പ് കൺസ്ട്രക്ടറിന് എക്സാമ്പിളാണ് അറേ, പോയിൻറ്റേഴ്സ്, ഫങ്ഷൻസ് എക്സെട്ര. അപ്പോൾ ടൈപ്പ് എക്സ്പ്രഷൻ മീൻസ് type of a language construct will be denoted by using type expression. Okay, then it can be 2 types. First one is basic type and second one is type constructor. Basic type എന്നാണ് int, char, boolean ഒക്കെ. ടൈപ്പ് കൺസ്ട്രക്ടറിൽ വരുന്നതാണ് അറേ, പോയിൻറ്റേഴ്സ്, ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ലാംഗ്വേജ് കൺസ്ട്രക്റ്റിൻ്റെ ടൈപ്പ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് എക്സ്പ്രഷൻ. നമ്മളിനി അറേയിൽ എങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ നോക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു
കോമൺ ഒരു ഡിക്ലറേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ദെൻ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത് അറേ ഓഫ് ഐ കോമ ടി. ഐ മീൻസ് ഇൻഡെക്സ്, ടി മീൻസ് എന്ത് ടൈപ്പാണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു അറേ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റിജറായിട്ട്. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 to 10 ആണെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? അറേ ദെൻ ഇൻഡെക്സ് കൊടുത്തു, ഇൻഡെക്സ് 1 to 10 ഓഫ് ഇൻറ്റ്. ഇതാണ് നമുക്ക് എഴുതേണ്ട ഫോർമാറ്റ്. അതായത് ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യുക. അറേക്കകത്ത് 10 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. അറേ ഓഫ് 1.10, ഇൻറ്റ്. ഇതിനർത്ഥം അറേ ഉണ്ട്, ആ അറേ എന്നുള്ളൊരു പേരുണ്ട്, ആ പേരിന് ഇൻറ്റിജറാണ് ടൈപ്പ്. ദെൻ അതിനകത്ത് 10 ലൊക്കേഷൻസ് ഉണ്ട്, അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 to 10 ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് സി ലാംഗ്വേജിൻ്റെ കേസിൽ ഇത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇൻറ്റ് അറേ ഓഫ് 10. ഓക്കെ, അപ്പോൾ ഓരോ ലാംഗ്വേജിനനുസരിച്ച് മാറ്റം വരും. പക്ഷേ ബേസിക് ടെക്നിക്ക് ഇതാണ്. അതായത് ടി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് എക്സ്പ്രഷനാണ്. ദെൻ അറേയുടെ കേസിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുന്ന അറേ ഓഫ് ഐ കോമ ടി എന്നാണ്. ഇപ്പോൾ ടി മീൻസ് ടൈപ്പ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഈസ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്പ് എക്സ്പ്രഷനുള്ള അറേക്ക് ഒരു ടൈപ്പ് എക്സ്പ്രഷൻ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ടൈപ്പ് എക്സ്പ്രഷൻ മീൻസ് ടൈപ്പ് ഓഫ് എ ലാംഗ്വേജ് കൺസ്ട്രക്ട് വിൽ ബി ഡിനോട്ടഡ് ബൈ ടൈപ്പ് എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ ഒരു പോയിൻ്ററിൻ്റെ എക്സാമ്പിൾ കൂടെ പറയാം. പോയിൻ്റർ പി. ഇഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ദെൻ പോയിൻ്റർ ഓഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ. അവിടെ നമ്മൾ വെറുതെ ഇപ്പം നമ്മൾ സി ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെ, ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെ, ഒരു ഇൻറ്റിജർ പോയിൻ്റർ എനിക്ക് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് സ്റ്റാർ പി എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജിനനുസരിച്ച് അതിൻ്റെ ഫോർമാറ്റ് മാറും. പക്ഷേ ടി എന്ന് ഉദ്ദേശിച്ചേക്കുന്ന അതിൻ്റെ എന്താണോ ബേസിക് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് കൺസ്ട്രക്ടർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് കൺസ്ട്രക്ടർ യൂസ് ചെയ്താലും അതിനൊരു ബേസിക് ഡേറ്റ ടൈപ്പ്